ഹലോ ഗൈസ്, ഞാൻ ശ്രീലക്ഷ്മി. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാനിപ്പോൾ യുഎഇയിലാണ്, അബുദാബിയിലാണ്. നമുക്കിവിടെ ഇതിൻ്റെ അവധിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ്. ഷാർജയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളും പോയിട്ടുള്ള വിശേഷങ്ങളും കാണാം. കൂടെ 2 കുരിപ്പുകളും കൂടി ഉണ്ട്. അവര് ദുബായിൽ നിന്ന് വരും. അപ്പോൾ കാണാം ബാക്കി. അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും പിന്നെ ഓൺ വോയിസ് വീഡിയോ യൂട്യൂബിൽ ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ടുള്ള ചില മണ്ടത്തരങ്ങളാണ്. ഒന്ന് ക്ഷമിക്കണേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി KFC കയറിയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങും. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് യാത്ര ബാക്കി തുടങ്ങാണ്. ഒരു പമ്പിൽ കയറില്ല, എണ്ണ അടിച്ചില്ല, പക്ഷെ ഫുഡ് അടിച്ചു. അപ്പം നമ്മൾ ഷാർജയിൽ നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്താറായി. ചിലപ്പോൾ എൻ്റെ വോയിസ് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. വീഡിയോ മുഴുവനായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ 2 കുറിപ്പുകളില്ലേ, അവരെ കാത്തു നിൽക്കാം കേട്ടോ. ഇതാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലം, ഓക്സിഡൻ്റൽ ഷാർജ ഗ്രാൻഡ് ഹോട്ടൽ. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല ഫ്ലവറൊക്കെ വെച്ച് ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആൾക്കാരും കൂടി എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മളെന്തിനാ വന്നേ? താമസിക്കാൻ. അയ്യോ, ഞാൻ വേണ്ടി കഞ്ഞി ഒഴിക്കാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 3 പേര്. ഇനി നമുക്ക് റൂം കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഫുൾ ലൈറ്റൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. പിന്നെ ഇവിടെ ഒരു ടേബിളും പിന്നെ അവിടെ കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും പിന്നെ ഇന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് എന്താണെന്ന് അറിയില്ല, ഒരു കേക്കും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് റൂം വരുന്നത്. നല്ലൊരു റൂമാണ്, നല്ല ക്ലീൻ നീറ്റ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമുണ്ട്, ഒരു നല്ലൊരു കണ്ണാടി. പിന്നെ ഇങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെയാണ് വാഷ്റൂം. കുറേ കണ്ണാടി ഉണ്ട്, നല്ല ലൈറ്റുള്ള കണ്ണാടീസ് ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയാണ് ഞാൻ, ഇവിടെ ഞാൻ, ഇവിടെ ഞാൻ. ഓക്കെ, നല്ല നീറ്റാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ റൂമിലോട്ട് വന്നു. ഇതാണ്, ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ചേട്ടൻ അവിടെ ചായ കുടിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ ബാൽക്കണി എങ്ങനെയുണ്ട് ബാൽക്കണി വ്യൂ? നോക്കാം. നല്ല രസമുണ്ട്. അവിടെ കുറെ കപ്പല് നിർത്തിയിട്ട് കാണുന്നുണ്ട്. അടിപൊളി. നമ്മളിനി ബീച്ചിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ഇനി ബീച്ചിൽ പോയി കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ പോകാം. അപ്പോൾ ബാക്കി അവിടെ വെച്ച് കാണാം. ഗൈസ്, നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് പോകുന്നു. ബീച്ചിൽ കുളിക്കാൻ പോകുന്നു. അങ്ങനെ പറ. ഓക്കെ. പിന്നെ നമ്മളെല്ലാവരും ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ട് എന്തൊക്കെ വീഡിയോസ് എടുക്കാം, എന്തൊക്കെ ഫോട്ടോസ് എടുക്കാം എന്നായിരുന്നു പ്ലാനിങ്. അതാണ് അവിടെ ബാക്കിൽ തകൃതിയായിട്ട് നടക്കുന്നത്. ഇവിടെ തകൃതിയായിട്ട് ഫോട്ടോ അടപ്പ് നടക്കുന്നത്. ഇതാണ് ഫോട്ടോഗ്രാഫർ. അവിടെ ഒരാൾ മീൻ പിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കി കണ്ടുപിടിക്കുന്നുണ്ട്.
അതെ നമ്മളെന്താ പരിപാടി? നമ്മളിങ്ങനെ കപ്പിൾ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുന്നു. അതെടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതാ നിത്യ. അടുത്തത് അപ്പൊ ഇന്നത്തെ പരിപാടി ബീച്ചിൽ കുളി. ബീച്ചിൽ ആര് വിളിക്കുന്നു? ബ്ലോഗർ ഉണ്ടുവിനോടൊപ്പം അസിസ്റ്റന്റ് ബ്ലോഗർ ശാന്തി. ഹലോ. വേറൊരു അസിസ്റ്റന്റ് അത് എവിടുത്തെ ചോദ്യം ഉണ്ട്. ഞാൻ വേറെ ബ്ലോഗറാണ് ഗായ്സ്. ഇത് എന്റെ സ്റ്റിക്ക്, ഇത് എന്റെ ഫോൺ, ഇത് എന്റെ അതിന്റെ അടിയിൽ പോലെ ടീഷർട്ട്. സത്യമായിട്ടും പറ, എന്താ തോന്നുന്നത് ഇപ്പൊ വന്നിട്ടാകുമ്പോ? നല്ല സന്തോഷമുണ്ട്, സന്തോഷം തോന്നുന്നു. നമ്മളെ എന്താ പറയാ, നമ്മള് ഒരു എന്താ മറ്റേ സാധനമില്ലേ ആ ഒരു ലിസ്റ്റ് ആക്കുന്ന ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനം. കൊറേ നാളത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു അത്. നമ്മള് പഠിക്കുമ്പോ പറയത്തില്ലേ, വെയിറ്റ് ചെയ്തു. അതല്ല, നമ്മൾ പഠിക്കുമ്പോ പറയത്തില്ലേ, നമ്മൾ വളർന്ന് പഠിച്ച് ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം, എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കണം, എന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ട്രിപ്പ് പോകണം. ആ ഡ്രീമാണ് ഇപ്പൊ നമ്മുടെ സക്സസ്. പക്ഷെ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത സാധനങ്ങളൊന്നും അല്ല, എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. ആരും മുമ്പേ വിചാരിച്ചിട്ടൊന്നുമില്ല എല്ലാവരും യു എയിലേക്ക് വരും, അല്ല എല്ലാവരും ഇങ്ങനെ അടുത്തടുത്തുള്ള സ്ഥലത്താവും, അല്ലെങ്കിൽ എല്ലാവരും യു എയിൽ തന്നെ ആൾക്കാരെന്നെ കല്യാണം കഴിക്കും, പ്രത്യേകിച്ച് ഇവിടെ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് മൂന്നാളും ഒരേ സ്ഥലത്തെത്തി. എന്തോ ദൈവം സഹായിച്ചു. കണ്ണു കൊള്ളാതെ നിന്നാൽ മതി, അത്രയും. അവിടെ ഇരുന്ന് കടലവില വർത്താനൊക്കെ കഴിഞ്ഞ് പിന്നെ സൺസെറ്റും കണ്ട് തിരിച്ച് റൂമിലേക്ക് ഇപ്പോൾ പോവാണ്. ബാക്കി കത്തിയടിയെല്ലാം പിന്നെ റൂമിൽ വന്നിട്ടായിരുന്നു. 3 കെട്ടിയന്മാരും പുറത്തുപോയി. അപ്പം നമ്മളവിടെ ഇരുന്ന് ഉള്ള വിശേഷങ്ങൾ മൊത്തം പറയായിരുന്നു. പിന്നെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പാട്ടൊക്കെ വെച്ച് വേറൊരു വൈബിലായി. നല്ലോണം എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ ചെയ്തു. റൂമിൽ ലൈറ്റ് ഇടാത്തതുകൊണ്ട് വീഡിയോക്ക് ലേശം ക്ലാരിറ്റി കുറഞ്ഞു പോയോ എന്നൊരു സംശയം. പിന്നെ മെല്ലെ അതൊക്കെ മതിയാക്കി എല്ലാവരും റൂമിൽ പോയി കിടന്നുറങ്ങി. അങ്ങനെ ഒരു നല്ല മോർണിംഗ്. എണീറ്റത് 7 o'clock കഴിഞ്ഞു. പുറത്ത് നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എല്ലാവരും വിളിച്ചെണീപ്പിക്കാനുണ്ട്. അങ്ങനെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇന്നലെ കടലിറങ്ങിയിട്ടില്ല, പൂളിലും ഇറങ്ങിയിട്ടില്ല. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല കടലിന് പോകുന്നത്. ഇനി നമുക്ക് പോയിട്ട് പൂളും ചാടണം, കടലിലും കുളിക്കണം. 12 o'clock ആകുമ്പോഴാണ് നമ്മളെ ചെക്കൗട്ട് ടൈം വരുന്നത്. ആ സമയത്ത് പോയിട്ട് ചെക്കൗട്ട് ചെയ്തു നേരെ പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇതെല്ലാമായിരുന്നു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അതിൽ കണ്ട് പരിചയമുള്ളതും ഇൻട്രസ്റ്റ് തോന്നിയ സാധനങ്ങളും എല്ലാം എടുത്ത് കഴിച്ചു. ഈ ഒരു ഏരിയ മൊത്തം സാലഡ് ഐറ്റംസ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? പൈനാപ്പിളാ ബ്രേക്ക്ഫാസ്റ്റ്. ഒരേ ടീമിൽ ആയിരിക്കും. ഗൈസ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ബീച്ചിൽ കുളിക്കാൻ പോവാ. സാധനം ശല്യം കാണുന്നുണ്ട്, കാണാൻ കൊള്ളാം.
ഇതാരാ ഇതേതാ ഞാൻ പൂളിലെ കുളി കഴിഞ്ഞു. പൂളിൽ കുളിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം നീണ്ടൊരു കുളിയാവാം. കുളി ഇന്നലെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്നു. നമ്മൾ ഒരു ചായയും എടുത്ത് റൂമിലേക്ക് പോവാണ്. ക്യാപിച്ചിനോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേക്കേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. 12 മണിയാകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല റൂമായിരുന്നു. ഇനി ബാക്കി നമ്മൾ തിരിച്ചു പോവാണ്. ദുബായിലേക്കുള്ളവർ ദുബായിക്കും അബുദാബിക്കുള്ളവർ അബുദാബിക്കും പോവാണ്. കഴിഞ്ഞല്ലേ? സ്റ്റേക്കേഷൻ ഓൾമോസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെയുണ്ട് നമ്മളെ ചൂസ് ചെയ്ത നല്ല location? ഹോട്ടൽ. അതെ, നല്ല ഹോട്ടൽ, നല്ല ലൊക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ നല്ല അടിപൊളി Ambience ആണ്. ആംബിയൻസ് ആണ്. പിന്നെ എന്താ പറയാ, വലിയൊരു സർവീസും കൊള്ളാം, ഫുഡും വലിയ കൊള്ളാം. റഷ് ആയിട്ടും തോന്നിയിട്ടില്ലല്ലോ. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി, ബ്രേക്ക്ഫാസ്റ്റ് പ്രൈവസി ഉണ്ട്, പീസ് ആയിട്ടിരിക്കാം. ഇനി നമ്മൾ പോവുകയാണ്. സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റുന്നു, നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു, പിന്നീട് റൂമിലേക്ക്. ഇനി ഇപ്പോഴേ ലീവില്ല. എന്നാ പിന്നെ ഞങ്ങള് പോവാട്ടോ. ബൈ ബൈ. പിന്നെ കാണാം. ആരോട് ടാറ്റ പറഞ്ഞേ? ഓക്കെ, ശരി. അപ്പോ അങ്ങനെ ബൈ ബൈ. അപ്പം ഞങ്ങളിടക്ക് ബായ് പറഞ്ഞ് ശാന്തി ശരത്തേട്ടനും പോവാണ്. അപ്പോൾ തിരിച്ച് അബുദാബിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ചെറിയ ചാറ്റൽ മഴയും മൂടലും ഒക്കെ കിട്ടി വഴിയിൽ. അങ്ങനെ അബുദാബിയിലെത്തിയപ്പോൾ ജോണി ഷേട്ടനും നിത്യയും ഇറങ്ങാണ്. ഫൈനലി നമ്മൾ ഈ ട്രിപ്പ് അവസാനിച്ചു. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് തന്നിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ ആയിരുന്നു ഇത്. പിന്നീട് കാണാൻ നല്ലൊരു മെമ്മറി ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഒരുപാട് കുറവുകളുണ്ടാവും ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എവ്രി വൺ.